നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ പരിയിലടക്കി മാലാഖ പെൺകുട്ടി എന്ന മനോഹരമായൊരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. ലോറി ബി ഫ്രീഡ്മാൻ എഴുതിയ ഈ കഥ നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കിത്തരുന്നു. ഈ കഥയിലെ പ്രധാന കഥാപാത്രത്തെ പരിചയപ്പെടാം. അവന്റെ പേര് ഹെർമൻ. 11 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. ഒരു ദിവസം അവന്റെ അമ്മ അവനെ വേർപിരിഞ്ഞു പോകാൻ നിർബന്ധിതയായി. ഒരു പുരുഷനാകാനുള്ള സമയമായിരിക്കുന്നു എന്ന് അമ്മ അവനോട് പറഞ്ഞു. അന്നവൻ തന്റെ അമ്മയെ അവസാനമായി കാണുകയായിരുന്നു. ഹെർമൻ ഒരു തടങ്ങൽപ്പാളയത്തിൽ എത്തിച്ചേർന്നു. അവിടെ അവൻ കഠിനമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അവന് ഭക്ഷണം കിട്ടിയിരുന്നില്ല. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമുണ്ടായിരുന്നില്ല. അവന്റെ കൈകളിൽ നിന്ന് രക്തം വന്നിരുന്നു. വിശപ്പ് കാരണം അവന്റെ വയറ്റിൽ നിന്ന് ശബ്ദമുണ്ടാകുമായിരുന്നു. രാത്രിയിൽ അവന്റെ വെള്ളം പോലെയുള്ള ഒരുതരം സൂപ്പ് മാത്രമാണ് ലഭിച്ചിരുന്നത്. ഹെർമൻ ഓരോ രാത്രിയിലും തന്റെ അമ്മയെ ഓർമ്മിച്ചു. അമ്മേ, നീ എന്നെ ഉറക്കാൻ എപ്പോഴാണ് വരുന്നത് എന്ന് അവൻ ചോദിച്ചു. ഒരു രാത്രി അവന്റെ അമ്മ സ്വപ്നത്തിൽ വന്ന അവനോട് ഒരു മാലാഖ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞു. 2 ദിവസത്തിനു ശേഷം ഒരു പെൺകുട്ടി വേലിക്കെട്ടിനപ്പുറം പ്രത്യക്ഷപ്പെട്ടു. ആ പെൺകുട്ടി ഹെർമനെ ഒരു ആപ്പിൾ എറിഞ്ഞു നൽകി. എല്ലാ ദിവസവും അവൾ അവന് ആപ്പിൾ കൊടുത്തു. ഹെർമൻ അവളുമായി അധികം സംസാരിച്ചിട്ടില്ല. പക്ഷെ അവൾ ധൈര്യശാലിയുമാണെന്ന് അവൻ അറിയാമായിരുന്നു. ഈ മാലാഖ പെൺകുട്ടി അവന് ഭക്ഷണം നൽകുകയും അവനിൽ പ്രതീക്ഷ നിറയ്ക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം യുദ്ധം അവസാനിച്ചു. ഹെർമൻ സ്വാതന്ത്ര്യനായി. എന്നാൽ അവന്റെ പഴയകാല ഓർമ്മകൾ അവനെ വിട്ടുപോയില്ല. പുതിയൊരു ജീവിതം തേടി അവൻ അമേരിക്കയിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ റോമ എന്നൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവൾ ഒരു നേഴ്സായിരുന്നു. റോമ താൻ യുദ്ധകാലത്ത് ഒരു ചെറിയ ജർമ്മൻ ഗ്രാമത്തിൽ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്നതായി പറഞ്ഞു. ആ ഗ്രാമം തടവുകാരുടെ ക്യാമ്പിനടുത്താണെന്ന് ഹെർമൻ മനസ്സിലാക്കി. എല്ലാ ദിവസവും വേലിക്കെട്ടിനടുത്ത് പോയി ഒരു ആൺകുട്ടിക്ക് ആപ്പിൾ കൊടുത്തതിനെക്കുറിച്ച് റോമ പറഞ്ഞു. ആ ആൺകുട്ടി താനാണെന്ന് ഹെർമൻ തിരിച്ചറിയുകയും നീയാണെന്റെ മാലാഖ പെൺകുട്ടിയെന്ന് അവളോട് പറയുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാന പാഠം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നതാണ്. ഹെർമന്റെ അമ്മയുടെ വാക്കുകളും റോമയുടെ ദയയും അവന് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.